കത്തയച്ചിരിക്കുന്നു. ദില്ലിയിൽ കത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് തീരുമാനമെടുക്കേണ്ടത് CBI ഡയറക്ടറാണ്. അപ്പോൾ ഈ അന്വേഷണം ഏറ്റെടുക്കാതിരിക്കുന്നതാണോ? എന്ത് കാരണം പറഞ്ഞാണ് ഇനി CBIയുടെ തീരുമാനം അതിനുള്ള കാലതാമസത്തിനാണോ? അല്ല, CBI അതാണ് പറഞ്ഞത്. ചിലപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സമരം ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് വന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കുറ്റവാളികൾ ആ 2 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ പേരിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തി ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ അവനെ ചതിച്ച പെൺകുട്ടിയുണ്ട്, അത് ആദ്യമേ ഉള്ളത്. അത് പരാതി കൊടുത്ത ബിൻസിയ എന്നുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മീഷൻ ഓഫീസിൽ ജോലിയുള്ളതാണ്. കമ്മീഷൻ ഓഫീസ് ഉയർന്ന ജോലിയുള്ളതാണ്. അവളെ വെറുതെ വിട്ടു, പോലീസ് വെറുതെ വിട്ടു. അത് ചതിച്ച് വരുത്തിയത്. അത് 18-ാം തീയതി കൊല്ലപ്പെട്ടിട്ട് പരാതി കൊടുത്ത 20-ാം തീയതി അത് അവിടുത്തെ ഇന്ത്യയിലെ കംപ്ലയിൻറ്റ് കമ്മിറ്റി അത് പാസ്സാക്കി വിടുന്ന 26-ാം തീയതി. ഇത്രയും ദിവസത്തെ ഈ ഒരു വലിയൊരു കള്ളക്കളി നടന്നിട്ട് ബിൻസി എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യില്ല? പിന്നെ ഇവനെ പാറപ്പുറത്ത് വെച്ചിട്ട് മർദ്ദിച്ചത് 2 പെൺകുട്ടികൾ വീഡിയോയിൽ എടുത്തുകൊണ്ടിരുന്നു, അത് ആസ്വദിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ആൻറ്റി റാഗിംഗ് കണ്ടുപിടിച്ചു സ്ക്വാഡ്. ഒരാഴ്ചയേ ഉള്ളൂ. അവരെന്തുകൊണ്ട് ഇതൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തില്ല? ഡീനാണ് അഴിച്ചിറക്കിയത്. ബോഡി അഴിച്ചിറക്കിയ ഡീൻ്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ പാചകക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പാചകക്കാരനെ അവർ നാട് കടത്തി. അതെന്തുകൊണ്ട് പോലീസ് അന്വേഷണം വന്നില്ല? ഇതെല്ലാം അന്വേഷിക്കണം. അവരെ പെൺകുട്ടികളെ അന്വേഷിക്കണം, ഇതിൽ കൊണ്ടുവരണം. ബിൻസി അറസ്റ്റ് ചെയ്യണം. അക്ഷയെ MM മണിയുടെ ചിറകിനകത്തിരിക്കുന്ന അക്ഷയെ അറസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. അറസ്റ്റ് ചെയ്ത് അന്വേഷണം കൊണ്ടുപോയേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്. അത് CBI അല്ല ചെയ്യേണ്ടത്. അത് CBI ഒരു പോലീസ് ആദ്യം കൊടുക്കണമല്ലോ. പോലീസിൽ എന്തുകൊണ്ട് പോലീസ് മാറി നിന്ന്? പോലീസ് അന്വേഷണം മതിയാക്കിയില്ലല്ലോ. CBI അന്വേഷണം പറഞ്ഞു എന്ന ഉടനെ പോലീസ് അന്വേഷണം മതിയാക്കില്ല. പോലീസ് അന്വേഷണം മതിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ CBI വരും, ഇവർ മൊത്തം ഫയൽ അങ്ങോട്ട് കൊടുക്കും. ഫയൽ ഹാൻഡ് ഓവർ ചെയ്ത് മാത്രമേ പോലീസ് അന്വേഷണം മതിയാക്കാവൂ. അതാണ് നിയമം. അല്ല, ഇവിടെ നിന്ന് ഒരു പേപ്പർ വിട്ടു എന്നും പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം ഒരിക്കലും മതിയാക്കില്ല. അത് നിയമമല്ല. CBI അന്വേഷണം ഇവിടെ വരും, ഇവിടെ വന്നിട്ട് അവർ ഫുൾ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പോൾ പോലീസ് അന്വേഷണം മതിയാക്കി. അതെന്തുകൊണ്ട് മതിയാക്കി? അല്ലെങ്കിൽ എവിടെ നിന്ന് അവർക്ക് നിർദ്ദേശം കിട്ടി? ആഭ്യന്തരമന്ത്രിയിൽ നിന്നാണോ അല്ലെങ്കിൽ മന്ത്രാലയത്തിൽ നിന്നാണോ അത് കിട്ടി? അതെനിക്കറിയണം. അതിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അല്ല, CBI അന്വേഷണം വൈകുന്നോ കഴിയുന്നോ അതല്ല. CBI അന്വേഷണം എനിക്കറിയാം. CBI അന്വേഷണം വൈകുന്ന ചില പ്രൊസീജിയർ കാണുമായിരിക്കും. അത് വൈകിപ്പിച്ചത്, അത് അട്ടിമറിച്ചത്. ഇനി അത് എടുക്കോ ഇല്ലയെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അത്രയ്ക്കുള്ള മോശം റിപ്പോർട്ടാണ് അവിടെ നിന്ന് കൊടുത്തേക്കുന്നത്. വെറും ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്നുള്ള രീതിയിലാണ്, അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 1 മണിക്കൂർ കൊണ്ടില്ലെങ്കിൽ തട്ടിക്കൂട്ടി കൊടുക്കില്ല. അതൊരു കാര്യം. അല്ല, CBI അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സമരത്തിന് പോകുന്നത്. അട്ടിമറിച്ചു ഉള്ള കാര്യം. പിന്നെ ഇവരെല്ലാവരും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അതെനിക്കറിയണം. അത് ഇപ്പോൾ ഇതുവരെയും ആരോടും പറയാതെ ഒരു പോലീസ് അന്വേഷണം മതിയാക്കി. അത് എവിടെ നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കാനായിട്ട് ഇവർക്ക് എവിടെ നിന്ന് നിർദ്ദേശം കിട്ടി? അതെനിക്കറിയണമല്ലോ. CBI അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല, പോലീസ് അന്വേഷണം മതിയാക്കുകയും ചെയ്തു. അല്ല, ക്ലിപ്പ് ഹൗസിൻ്റെ മുമ്പോട്ട് ഞാൻ പോകും. ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ അവിടെ കിടക്കും, നിരാഹാരമായിട്ട് അവിടെ കിടക്കും, ഇല്ലെങ്കിൽ അവിടെ സമരം ചെയ്യും. അത് എൻ്റെ കുടുംബത്തിൻ്റെയുള്ള ഒരു തീരുമാനത്തിലാണ് എനിക്ക്. മിക്കവാറും എൻ്റെ വൈഫിൻ്റെ ആരോഗ്യസ്ഥിതി ശരിയായിട്ട് ഞാൻ അത് ചെയ്യും. അതിനു മുമ്പേ ഇത്ര കാര്യങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ അറസ്റ്റ്, ഈ പെൺകുട്ടികൾ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ, അക്ഷയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഡീനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, പോലീസ് കേസ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമരം ചെയ്യും. അല്ല, വെറുതെ പോയി സമരം ചെയ്യുന്നല്ല പറഞ്ഞത്. ഇത്രയും കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ സമരം ചെയ്യും. അതവർ ചെയ്തേ പറ്റുള്ളൂ. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ പ്രതിപക്ഷ നേതാവിനെ കണ്ടത് ഞാൻ രാഷ്ട്രീയ ഇടപെടാൻ വേണ്ടി മാത്രം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ കണ്ടത്. അദ്ദേഹം ഒരു പ്രതിപക്ഷമെന്ന് പറഞ്ഞാണ് സർക്കാർ കൊള്ളയുമായി കാണിക്കുമ്പോൾ നേർവഴിക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം. അവരെന്തെങ്കിലും വേണ്ടാത്തതിനെ കാണിക്കുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ വേണ്ടിയാണല്ലോ പ്രതിപക്ഷം. ഞാൻ ആ ഒരു രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് പോയത്. അല്ല, പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയപരമായിട്ട് എല്ലാം ഇത് അങ്ങനെ കണ്ടിട്ടുമില്ല. ഇതുവരെയ്ക്കും അദ്ദേഹം അങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമല്ലല്ലോ പോയത്. ഞാൻ VM മുരളീധരൻ സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, രാജീവ് ചന്ദ്രസേൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, പ്രകാശ് ജാവദേക്കർ സാറ്, ഗവർണർ സാറ്, ഇവരെല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ടല്ലോ. ഇവരാരും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ എൻ്റെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പോവാത്തതെന്ന് പറഞ്ഞാൽ അവനെ കൊന്ന ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് മാത്രമേ ഞാൻ പോകാവുള്ളൂ. പോയി കഴിഞ്ഞാൽ എന്നെയും കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ബാക്കിയുള്ള എല്ലായിടത്തും പോകുന്നതെന്ന് പറഞ്ഞാൽ ആരും ഇതുവരെയ്ക്കും എന്നെ രാഷ്ട്രീയപരമായിട്ട് എന്നെ സമീപിച്ചിട്ടുമില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ സാറാണെന്നുണ്ടെങ്കിലും വളരെ സ്നേഹത്തോടെയും ഈ കേസിന് അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് എന്നോട് ഇതുവരെയ്ക്കും ആരും രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഒരു രീതിയിൽ അങ്ങനെ ഒരു ഹിൻഡ് പോലും എന്നോട് തന്നിട്ടില്ല.